സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ ആവശ്യം സൗദി സുപ്രീം കോടതി തള്ളി. കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു. ഇതോടെ റഹീമിന്റെ മോചന നടപടികൾ കൂടുതൽ എളുപ്പമാകും. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, റഹീമിന്റെ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഓരോ തരത്തിലായിരുന്നു, ഓരോ സമയത്ത് അതിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള വിധികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിധി കുറച്ച് ആശ്വാസകരമാണ്. അത് റഹീമിന്റെ മോചനത്തെ എങ്ങനെയാണ് ബാധിക്കുക? എന്താണ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും. കാരണം 20 വർഷമായിരുന്നു സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് റഹീം ജയിലിലായ ശേഷം ആ കുറ്റാരോപിതനായിരുന്നു, ജയിലിലായിരുന്നു. 20 വർഷമായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഈ ശിക്ഷാവിധി പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ നിലവിൽ പല നിയമ തടസ്സങ്ങളും അവസാനം ഈ ശിക്ഷാവിധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതായിരുന്നു റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വലിയ തടസ്സമായി നിന്നത്. ഈ കീഴ്ക്കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള, അതായത് വധശിക്ഷ, അതായത് ശിക്ഷാവിധി വർദ്ധിപ്പിക്കണം എന്ന തരത്തിലുള്ള അപ്പീലാണ് ഇപ്പോൾ സൗദി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇതോടെ തന്നെ കീഴ്ക്കോടതി വിധി ശരിവെച്ചുകൊണ്ടുള്ള ഈ സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി റഹീമിന്റെ ശിക്ഷ, അതായത് റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാവും. അതിന്റെ സാങ്കേതികമായ തടസ്സങ്ങൾ നീങ്ങും. പൂർണ്ണമായും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ജയിൽ മോചിതരാകാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ ഈ പ്രോസിക്യൂഷന്റെ തടസ്സവാദങ്ങളാണ് റഹീമിന്റെ മോചനത്തിന് പ്രധാനമായും തടസ്സം നിന്നത്. അത് ഈ ഘട്ടത്തിൽ ഒഴിവായി എന്നത് പറയാം. റഹീമിന് ആശ്വസിക്കാനുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ. അഖില, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.